അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകൾ, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മനുഷ്യർ, എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ആളുകൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിച്ചിട്ടുള്ള ആളുകൾ, വ്യക്തികളെയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള റെസ്പോൺസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തൊട്ടുടനെ പറയേണ്ട ഒരാളാണല്ലോ ഉപ്പ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതം ഇങ്ങനെയാവാൻ ഒരുപാട് അധ്വാനിച്ച, ഒരുപാട് പരിശ്രമിച്ച, ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. ഉപ്പ എന്നല്ല ആക്ച്വലി ഞാൻ വിളിക്കുന്നത് വാപ്പച്ചി എന്നാണ്. വാപ്പച്ചി എന്നും വിളിക്കും, വാപ്പ എന്നും വിളിക്കും. നമ്മുടെ ഈ ഭാഗത്ത്, ഇപ്പോൾ ഞാൻ എറണാകുളത്താണ്, നോർത്ത് പറവൂരാണ്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ വാപ്പ എന്നുള്ള, പലരും ഉപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. വടക്കോട്ടൊക്കെ ആണെങ്കിൽ ഉപ്പ, ഉപ്പച്ചി അങ്ങനെയൊക്കെ വിളിക്കുന്നവർ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിലും വിളിക്കുന്നത്. അതവിടെ കേട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ എൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, വാപ്പച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ ചെറുപ്പം മുതലേ ആകെ ഒരു ആൺതരിയാണുള്ളത്, ഇന്നലെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ആൺതരിയായ എന്നെ ദർസിലേക്ക് വിടുകയാണ്. ഉമ്മയും വാപ്പയും കൂടെയാണല്ലോ ദർസിലേക്ക് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മകനുണ്ടായിക്കഴിഞ്ഞാൽ ആ മകനെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് താങ്ങാവുന്ന, തണലാവുന്ന രൂപത്തിൽ വലിയ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വലിയ വലിയ ഉയർച്ചകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിനിടയിൽ മക്കളെ അല്ലെങ്കിൽ മകനെ ദർസിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, അപ്പോൾ ഇനിയൊരു 10-12 വർഷത്തോളം പഠനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, പഠനമാണ്. പക്ഷേ ആ ഇൽമു പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ വാപ്പയും ഉമ്മയും കൂടെ എടുത്ത തീരുമാനം, അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു തീരുമാനം. എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ ജീവിതം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള, ഞാൻ ഈ ലോകത്തും നാളെ ആഖിറത്തിലും എൻ്റെ റബ്ബിൻ്റെ അടുത്തും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു തീരുമാനമായിരുന്നു എൻ്റെ വാപ്പയും ഉമ്മയും കൂടെ എടുത്ത എന്നെ ദർസിലേക്ക് വിടാനുണ്ടായിട്ടുള്ള ആ ഒരു തീരുമാനം. അൽഹംദുലില്ലാ, ഈ ഒരു സന്ദർഭത്തിൽ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രത്തോളം നന്ദിയുണ്ട്. കാരണം ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ, അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ദീനിൻ്റെ നിയമങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ, എന്ന് മാത്രമല്ല ആ ഖുർആനും ഹദീസും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തും നാളെ ആഖിറത്തിലും നമുക്ക് മറ്റെന്താണ് കിട്ടാനുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച വ്യക്തികളാണ് എൻ്റെ ഉപ്പയും ഉമ്മയും. അൽഹംദുലില്ലാ, ഇന്നും അതിൻ്റെ ഇതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നന്ദി എനിക്ക് പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വിഷയത്തിൽ വളരെ പരാജിതനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചെയ്യാൻ കഴിയട്ടെ, അവർക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും കൂടുതൽ ഖിദ്മത്ത് എടുക്കാനും എന്നെക്കൊണ്ട് കഴിയട്ടെ. റബ്ബ് അതിനുള്ള തൗഫീക്ക് തരട്ടെ എന്ന് ആദ്യമായിട്ട് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നമുക്ക് വാപ്പയുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ വളരെ കാർക്കശ്യക്കാരനായിരുന്നു എന്ത് വിഷയത്തിലും. അങ്ങനെയാണല്ലോ പൊതുവെ വാപ്പമാർ ഉണ്ടാവുക. വീട്ടിലൊക്കെ തന്നെയും നല്ല കാർക്കശ്യ സ്വഭാവമുള്ളവരായിരിക്കും. ഇപ്പം മദ്രസയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ അത് നിർബന്ധമായിട്ടും അത്തരം ചിട്ടകൾ പാലിച്ചുകൊണ്ട് തന്നെ പോകണം എന്നുള്ള ഒരാളായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉപ്പ ഗൾഫിലായിരുന്നു. ആദ്യം സൗദി അറേബ്യയിലായിരുന്നു, പിന്നെ കുറച്ച് നാൾ ദുബൈയിൽ നിന്നു. അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് തന്നെ വന്നു. നാട്ടിൽ തന്നെ മീൻ കച്ചവടം നടത്തി വളരെ നല്ല രൂപത്തിൽ തന്നെ. നമുക്കൊന്നും അന്ന് മീൻ കഴിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഉപ്പാക്ക് കല്യാണ വീടുകളിലും ഒക്കെ ചോറ് വെക്കാൻ, പൊറോട്ട അടിക്കാൻ, അതേപോലുള്ളൊരു ഭണ്ഡാരിപ്പണിയായിരുന്നു. അപ്പോൾ ഭക്ഷണം വെക്കാനൊക്കെ ഉള്ള ആ ഒരു സംഭവം. അതിന് ശേഷമാണ് പിന്നെ മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ഉപ്പാക്ക് ഹോട്ടലുകളിൽ, അതായത് ഗൾഫിൽ പോയപ്പോഴും അവിടെ ഹോട്ടലുകളിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പിന്നെ ചൂട് അടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, പിന്നെ മീൻ കച്ചവടത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ചെറുപ്പകാലത്ത് മുഴുവനും ഇവിടെയുള്ള കാലത്തൊക്കെ വാപ്പാക്ക് മീനിൻ്റെ കച്ചവടമാണ്. അപ്പോൾ
മീൻ ധാരാളമായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അതിനിടക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നന്മകളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ജീവിതമാകുമ്പോൾ അങ്ങനെയാണല്ലോ. എപ്പോഴും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സന്തുഷ്ട ഒരു ചെറിയ കുടുംബമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. എനിക്കൊരു പെങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കണ്ടാൽ നല്ല അടി കിട്ടുമായിരുന്നു. അത് വാപ്പാൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഉമ്മാൻ്റെ അടുത്തു നിന്നാണെങ്കിലും നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു സംഭവം ഓർമ്മയിലുണ്ട്. പക്ഷേ ആ സംഭവം ഞാനിവിടെ പറയുന്നില്ല. നല്ല അടി കിട്ടിയ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് അൽഹംദുലില്ലാ. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ശിക്ഷണം ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയാൻ കഴിയുന്നത് തന്നെ. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇന്ന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉപ്പയോ ഉമ്മയോ ഒന്ന് ശകാരിച്ചാൽ പോലും, തല്ലൊന്നും വേണ്ട, ഒന്ന് ശകാരിച്ചാൽ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല അടി കൊണ്ട് വഴക്ക് കേട്ട് ഈ രൂപത്തിൽ അവരുടെ ശിക്ഷണത്തിലൂടെ വളർന്നു വന്നവരാണ്. അൽഹംദുലില്ലാ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ തീർച്ചയായിട്ടും അത് വളരെ വലുത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഉപ്പ ആ രൂപത്തിൽ തന്നെയാണ്. ഞാൻ ഇത്ര വലുതായാലും ഇപ്പം ഇന്നലെയും കൂടെ ഞാനൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. വൈഫുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് ഉപ്പ പറഞ്ഞു, വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, മോനെ ജോലി കളയരുത്, നീ എപ്പോഴും ഇങ്ങനെ ലീവാവരുത്, എപ്പോഴും ഇങ്ങനെ ലീവായി കഴിഞ്ഞാൽ നീ അവിടുന്ന് വാങ്ങുന്ന ശമ്പളം അത് ഹലാലാവും, അവർ പറഞ്ഞ ലീവല്ലേ എടുക്കാൻ പാടുള്ളൂ. ഈ രൂപത്തിൽ ഇപ്പോഴും എന്നെ ഉപദേശിക്കുന്ന, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അപ്പപ്പോൾ തിരുത്തുന്ന, പറഞ്ഞു തരുന്ന ഒരു ഉപ്പയാണ് ജീവിതത്തിലുള്ളത്. നോക്കൂ, നമുക്കിപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാണ് ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളൂ അല്ലേ. ഈ രൂപത്തിലുള്ള ചില തോട്ടുകൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഉപ്പ തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാർത്ഥന, അത് ഒരു നബി തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാർത്ഥന പോലെയാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും എൻ്റെ ഉള്ളിലും ഈ രൂപത്തിലുള്ള ചിന്തകൾ വരുമെങ്കിലും പക്ഷെ അതിനെയൊക്കെ മാറ്റി നമ്മൾ ഈ മനസ്സിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ഉപ്പമാരെയും ഉമ്മമാരെയും അവരുടെ സ്നേഹത്തെയും അവർ ഈ പറയുന്നതൊന്നും നമ്മെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നമ്മെ മോശപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിൽ അത് അവരുടെ അധികാരമാണ്, അത് അവരുടെ ഒരു എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉപ്പ എന്തു പറഞ്ഞാലും ഓക്കെ വാപ്പ ഇൻഷാ അല്ലാ ഞാനത് ശ്രദ്ധിക്കാം, നമ്മളങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ രൂപത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു 6-7 വർഷത്തിന് മുമ്പ് അതിനിടയിൽ ഉപ്പാക്കൊരു വലിയ പ്രയാസമുണ്ടായി. ഞാൻ ആ ചെറിയ ഒരു സംഭവം കൂടെ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇൻഷാ അല്ലാ ഇവിടെ ഒന്നാമത്തെ എപ്പിസോഡ്, ഉപ്പയെക്കുറിച്ചിട്ടുള്ള ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ്, 2018 ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതെ, വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഉപ്പാക്ക് ചെറിയൊരു നെഞ്ചുവേദന. അതിനൊരു 2010 ഒരു ചെറിയ നെഞ്ചുവേദന കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷം അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ 2018 ആ ഒരു വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ സമയത്തും ഉപ്പാക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയുകയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മേജറായിട്ടുള്ള 3 ബ്ലോക്കുകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പഴങ്ങനാടുള്ള ഹേർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറഞ്ഞ ഹൃദയത്തിന് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മേജർ സർജറി, ബൈപ്പാസ് സർജറി ചെയ്തു. ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഡോക്ടർ ഇ വി ജോൺ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പയുടെ നെഞ്ചിനുള്ളിൽ ഒരു ചെറിയ വെള്ളക്കെട്ട് പോലെ കാണുന്നുണ്ട്, ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കതെന്താണ് എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഡോക്ടർമാരങ്ങനെ പറഞ്ഞാൽ ഓക്കെ നമ്മളത് അലൗ ചെയ്ത് കൊടുക്കും. ഒരു
ഉപ്പയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആൾ ഞാനായതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ടാണ് ഡോക്ടർമാർ ആ വിഷയം പറഞ്ഞത്. ഞാനത് ഓക്കെ പറഞ്ഞു. ഞാനന്ന് ലക്ഷദ്വീപിൽ ജോലി ചെയ്യണ സമയമാണ്. ലക്ഷദ്വീപിൽ നിന്ന് വന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ഉപ്പാക്ക് ഇതുപോലെ നെഞ്ചുവേദന വന്നത്. ഞാൻ ലീവ് കുറച്ച് നീട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇങ്ങനെ പറയണം. ഓക്കെ, അതും പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇൻഫെക്ഷനാണ് ഉപ്പയുടെ ഉള്ളിൽ. അപ്പോൾ ഉപ്പാക്ക് ശ്വാസം വലിച്ചിട്ട് വിടാൻ പറ്റണില്ല. അപ്പോൾ നമ്മുടെ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണല്ലോ. അതിങ്ങനെ ശ്വാസം നമ്മളിങ്ങനെ വലിക്കുകയും വിടുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ നിവരുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ നിവരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിവരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിഗരറ്റ് നന്നായിട്ട് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ പുക ടാറ് പോലെ സ്പോഞ്ച് പോലെയുള്ള നമ്മുടെ ശ്വാസകോശത്തിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് വിടരാൻ പറ്റണില്ല. കാരണം ഇതിൻ്റെ കറയുണ്ട്. ഈ കറ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, വിടുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ 7 ദിവസം ഹൈ വെൻറ്റിലേഷനിൽ കിടന്നു. ശ്വാസം കൃത്രിമമായിട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഉപകരണത്തിൻ്റെ പേരൊക്കെ അവർ പറഞ്ഞു. മണിക്കൂറിന് ലക്ഷങ്ങളാവുന്ന ഒരു ഉപകരണം. നമ്മളത് എല്ലാവരും കൂടി തീരുമാനിച്ചത് വേണ്ട. കാരണം അത് വെച്ച് കഴിഞ്ഞാലും ജീവൻ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം റബ്ബിൽ തവക്കുലാക്കി. അവസാനം അന്നത്തെ ആ ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ ആ ഹോസ്പിറ്റലിൽ അവിടെ ആദ്യമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഡോക്ടർമാർ പറയുകയും ആരും പോകാതെ തന്നെ അന്നത്തെ രാത്രി വളരെ കെയറിങ്ങോടുകൂടെ നോക്കി. പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുക. നമുക്കെന്തില്ല, ഇനിയൊരു ഹോപ്പില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. നമുക്കൊരു ഹോപ്പില്ല, പ്രതീക്ഷയില്ല. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു. ഉപ്പ ഇങ്ങനെ കമിഴ്ന്ന് കിടത്തേക്കാണ്. ഒരുപാട് വീർത്തിട്ടുണ്ട് ശരീരം. ആ രൂപത്തിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ഉമ്മയുടെ കയ്യിൽ സംസം വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സംസം വെള്ളമായിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് ICUവിൻ്റെ മുകളിലുള്ള വെൻറ്റിലേറ്ററിലാണ് ഉള്ളത്. അപ്പോൾ CC അങ്ങനെ എന്തോ ഒരു ICUവിന് മുകളിലുള്ളൊരു സംഭവം, അതിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് ഞാൻ സിറിഞ്ച് കൊടുത്തിട്ട്, അങ്ങനെ കുടിക്കാനൊന്നും പറ്റില്ല കാരണം അനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ സിറിഞ്ച് തന്നിട്ട് ഞാനതിൽ സിറിഞ്ചിലൂടെ നമ്മൾ സംസം വെള്ളം എടുത്ത് ഉപ്പയുടെ വായിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ആ വെള്ളവും രക്തവും കൂടെ മൂക്കിലൂടെ ഇങ്ങനെ വരികയാണ്. ഞാനത് കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയൊരു സന്ദർഭമായിരുന്നു. വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഉപ്പ തിരിച്ചു വന്നു. ഞാൻ ഉമ്മാരുടെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഒരു ഹോപ്പില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത പോലെയാണ് നമുക്കുള്ളത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ മീൻ കച്ചവടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് അപ്പം എല്ലാ ആളുകളോടും നല്ല ഒരു സൗഹാർദ്ദവും പരിചയവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിൽ സിറാജുൽ ഹുദയുടെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ സിറാജുൽ ഹുദയുടെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഉപ്പയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെല്ലാ ദിവസവും ഇപ്പോൾ ഒരു 3-4 ബോക്സുകൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ ബോക്സുകളൊക്കെ എല്ലാ ദിവസവും പോകുന്ന സമയത്ത് 10 രൂപ വെച്ചിട്ട് എല്ലാ ബോക്സുകളും ഇട്ടിട്ടാണ് പോവുക. എല്ലാത്തിലും ഇടും, അങ്ങനെ ഇട്ടിട്ടാണ് പോവുക. എന്ന് മാത്രമല്ല, ഈ മീൻ കച്ചവടത്തിന് പോകുന്ന സമയത്ത് പല ആളുകളും അപ്പോൾ ഇങ്ങനെ തൊപ്പിയും അതുപോലെ തന്നെ ടവലൊക്കെ കെട്ടിയിട്ട് പോകുന്നതുകൊണ്ട് ഒരു നിസ്കാരമൊക്കെ കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളുകളുടെ വീട്ടിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പാൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഉപ്പ പറയും, ഇങ്ങനെ വീട്ടിലൊരു ബോക്സ് ഉണ്ട്, സിറാജുൽ ഹുദ എന്ന് പറഞ്ഞിട്ട് വലിയ ഫലമുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എന്തെങ്കിലും നേർച്ചയിടാണ്ട് നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ തന്നാൽ മതി, ഞാൻ ആ ബോക്സിൽ ഇട്ടോളാം എന്ന്. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ടായി ഇതിലൂടെ. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു 5000-6000 രൂപയൊക്കെ ആ ബോക്സിൽ വന്ന് നിറയുന്ന ഒരവസ്ഥ വന്നെത്തി. അപ്പോൾ ഇത് ഉപ്പാക്ക് സ്ഥിരമായിട്ടുണ്ട്. ഈ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ അവിടുത്തെ റിസീവർ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകും. ഞാൻ അന്നുവരെ പേരോട് ഉസ്താദിനെ വിളിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അന്ന് എനിക്ക് പെട്ടെന്ന് ഉസ്താദിന് ഓർമ്മ വന്നു, എങ്ങനെയെങ്കിലും ഒന്ന് പേരോട് ഉസ്താദിനെ വിളിക്കണം എന്ന ചിന്തയിൽ നിന്ന് എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഉസ്താദിനെ ഒന്ന് കോളിൽ കിട്ടി. ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞു, ഉപ്പ ഇങ്ങനത്തെ അവസ്ഥയിലാണുള്ളത്, ഡോക്ടർമാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഉസ്താദ്, പേരോട് ഉസ്താദ് അന്ന് അള്ളാഹു സലാമത്താക്കട്ടെ എന്ന് 3 പ്രാവശ്യം ദുആ ചെയ്തു. 3 വട്ടം ഇങ്ങനെ ദുആ ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശേഷം ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് അൽഹംദുലില്ലാ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉപ്പാക്ക് വന്നു.
ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് ശ്വാസം റെഡിയായി, ആ ഒരു ഇൻഫെക്ഷൻ മാറിക്കിട്ടി, മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. ആ രൂപത്തിൽ നല്ലൊരു മാറ്റം അതിനുശേഷം ഉപ്പാക്ക് ഉണ്ടാവുകയും ഇന്ന് അൽഹംദുലില്ലാ വളരെ നല്ല ആരോഗ്യത്തോടു കൂടെ തന്നെ ഓടി നടക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ ഒരു തണൽ മരണം വരെ ജീവിതകാലത്തിലുടനീളം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. രസകരമായിട്ടുള്ള ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പിന്നെ എപ്പോഴെങ്കിലും പല കാര്യങ്ങളായിട്ട് നമുക്ക് ഈ കഥകളും അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.